നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സന്തോഷത്തോടും ക്ഷേമത്തോടുമായിരിക്കുന്നു ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ആഴ്ചയിലെ സന്ദേശവുമായി നിങ്ങളെ കാണുവാനും കർത്താവ് കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒട്ടും ആമുഖങ്ങളില്ലാതെ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ വചനം പറയട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു, മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും സുപരിചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. യേശുക്രിസ്തു 4-ാം യാമത്തിൽ കടലിൻ്റെ മീതെ നടന്നുവെന്ന ചരിത്രമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തു കടൽ മീതെ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നത് ശിഷ്യന്മാർ മനസ്സിലാക്കി. തങ്ങളുടെ അരുമനാഥനായ യേശുക്രിസ്തുവാണ് 4-ാം യാമത്തിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു എന്ന് ശിഷ്യന്മാർക്ക് ബോധ്യമായപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. 28-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പത്രോസ് കർത്താവേ നീയാകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക് വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. യേശുവാണെന്ന് ബോധ്യമായപ്പോൾ പത്രോസ് യേശുവിനോട് പറയുകയാണ്, നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്കണം. സാഹചര്യം നമുക്കറിയാം. കടലാണെങ്കിൽ തീർച്ചയായും അലകളുണ്ടാകും, കാറ്റ് അവർക്ക് അനുകൂലമല്ലായിരിക്കും. സാഹചര്യങ്ങളൊന്നും നോക്കാതെ, പ്രതിസന്ധികളൊന്നും വകവയ്ക്കാതെ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, തങ്ങളുടെ നാഥനായ യേശുക്രിസ്തു തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ വേറെ മറ്റു ശിഷ്യന്മാർ ഒന്നും ചോദിക്കാത്ത ഒരു നല്ലൊരു ചോദ്യം പത്രോസ് ചോദിക്കുകയാണ്, യേശുവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുവാൻ കൽപ്പിക്കണം. ഒന്ന് ശ്രദ്ധിക്കണമേ, പ്രതിസന്ധികളെ നോക്കാതെ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകാതെ പത്രോസ് യേശുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് വരുവാൻ എന്ന് പറഞ്ഞാൽ, യേശുവെ നിന്റെ അടുക്കിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര നല്ലൊരു ആഗ്രഹം! കടലാണ്, വെള്ളമാണ്, പ്രതികൂല സാഹചര്യമാണ്. നമുക്കറിയാം യേശുക്രിസ്തു 4-ാം യാമത്തിൽ എന്തിനു വേണ്ടി അവരുടെ അടുക്കിലേക്ക് വന്നു നമുക്കറിയാം. പ്രാണഭയത്തിലായിരിക്കുന്ന അവരെ രക്ഷിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു കടന്നു വന്നത്. എങ്കിലും യേശുവാണെന്ന് അറിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ചോദ്യം ഇതായിരുന്നു, യേശുവേ അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ അടുക്കിലേക്ക് നിനക്ക് കടന്നു വരാം. 29-ാം വാക്യം. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ വെള്ളത്തിന്മീതെ നടന്നു. യേശു പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ അടുക്കിലേക്ക് നീ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരിക എന്ന് പറഞ്ഞ് അവനെ സ്വാഗതം ചെയ്തു. ഉടനെ പടകിൽ നിന്നും ഇറങ്ങി. എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് അത്. സാഹചര്യങ്ങളെ നോക്കാതെ, പ്രതിസന്ധികളെ നോക്കാതെ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യേശുവാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ആ പത്രോസ്, കടലാണെന്നോ വെള്ളമാണെന്നോ കാറ്റ് ഞങ്ങൾക്ക് പ്രതികൂലമാണെന്നോ ഒന്നും നോക്കിയില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ പടകിൽ നിന്നും വെള്ളത്തിന്മീതെ കാലുകൾ വെച്ചു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലെ സന്ദേശമായി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുന്ന ദൂത്, സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ നമുക്ക് എതിരായി കടന്നു വരുമ്പോൾ, സാഹചര്യങ്ങൾ നമുക്ക് എതിരായി നിൽക്കുമ്പോൾ, ചുറ്റിലും പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, യേശുവാണെന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്നത് യേശുവാണെന്ന് മനസ്സിലാക്കിയാൽ
ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഇറങ്ങിത്തിരിക്കുമെങ്കിൽ, സാഹചര്യങ്ങളെ നോക്കാതെ, പ്രതിസന്ധികളെ നോക്കാതെ, യേശുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അബോധ്യം നിനക്കുണ്ടെങ്കിൽ, യേശുവാണ് എന്നെ വിളിക്കുന്നു എന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ, തീർച്ചയായും യേശുവിൻ്റെ വാക്കിനെ നീ അനുസരിക്കുക. പത്രോസ് യേശുവിൻ്റെ വരിക എന്നുള്ള ആ വാക്കിനെ പത്രോസ് അനുസരിച്ച് പടകിൽ നിന്ന് ഇറങ്ങി കടൽ മീതെ നടക്കുവാനായിട്ട് തുടങ്ങി. യേശുവിൻ്റെ അരികിൽ വന്നു. പക്ഷേ അവിടെ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത് 30-ാം വാക്യത്തിൽ. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു. പടകിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്മീതെ നടന്നു യേശുവിൻ്റെ അരികിലേക്ക് പോകുക എന്ന ലക്ഷ്യത്തോടെ അവൻ നടക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ അവൻ കാറ്റ് കണ്ടു പേടിച്ചു എന്ന് നാം അവിടെ വായിക്കും. ചില ട്രാൻസ്ലേഷനുകൾ തർജ്ജമയിൽ ഞാൻ നോക്കിയപ്പോൾ തമിഴിൽ ഇങ്ങനെയാണ്: വലിയ കാറ്റടിച്ചു, ഭയങ്കരമായ ഒരു കാറ്റ്, തന്നെ തകർക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ തനിക്കെതിരാകെ ആഞ്ഞടിച്ച കാറ്റ്. വേറൊരു ഭാഷാന്തരത്തിൽ കൊടുങ്കാറ്റ് അടിക്കുവാനായിട്ടിടയായി തീർന്നു എന്ന്. അപ്പോൾ യേശുവാണ് എന്നുള്ള ബോധ്യം ലഭിച്ച പത്രോസ് വരിക എന്നുള്ള യേശുവിൻ്റെ വാക്ക് സ്വീകരിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് പുറപ്പെടുവാൻ പടകിൽ നിന്നും വെള്ളത്തിൽ കാൽ വെച്ച പത്രോസ് ഒരു നിമിഷം കാറ്റിനെ കണ്ടു പേടിച്ചുപോയി. ഹല്ലേലൂയ! കാറ്റിനെ കണ്ടു പേടിച്ചുപോയി. പ്രിയമുള്ളവരെ, നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ, യേശുവിൻ്റെ വാക്ക് കേട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ, യേശുവാണെന്ന് ബോധ്യപ്പെട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തയ്യാറായി നിൽക്കുന്ന നിന്നെ ഭയപ്പെടുത്തുന്ന കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, ശക്തിയേറിയ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക: നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഒരു നിമിഷം പത്രോസ് ഭയന്നുപോയി, പേടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പത്രോസിന് അറിയാം കടലിൻ്റെ എല്ലാ ഭാഗങ്ങളും എങ്ങനെയൊക്കെ കടലിൽ കാറ്റുകൾ ആഞ്ഞടിക്കും, എവിടെ നിന്നെല്ലാം കാറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. കടലിനെ കുറിച്ച് വളരെ പരിചയമുള്ള വ്യക്തി ആണെങ്കിലും ഈ സാഹചര്യത്തിൽ അവൻ കാറ്റിനെ കണ്ട് പേടിച്ചുപോയി എന്ന് നാം വായിക്കുന്നു. കാറ്റിനെ കണ്ടു പേടിച്ചു. താൻ മുങ്ങിത്തുടങ്ങുകയാൽ ഒന്ന് അവൻ കാറ്റിനെ കണ്ടു പേടിച്ചു. അതുകൊണ്ട് സംഭവിച്ചത് അവൻ, പ്രിയമുള്ളവരെ, ഭയം ഒരുപക്ഷെ യേശുവിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിൽ തടസ്സമായിരിക്കും. യേശുവിൻ്റെ അരികിലേക്ക് നീ ചെല്ലുന്ന കാര്യം, യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ ഭയം ഒരു തടസ്സമായിരിക്കും. ഭയം നിമിത്തം പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താഴുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ! അവൻ ഭയം നിമിത്തം കാറ്റിനെ കണ്ട്, കൊടുങ്കാറ്റിനെ കണ്ട്, ശക്തിയേറിയ കാറ്റിനെ കണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ വെള്ളത്തിന്മേൽ നടന്ന പത്രോസ് കാറ്റിനെ കണ്ടു പേടിച്ചു. ഭയന്ന് അവൻ മുങ്ങിത്താഴുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ! പ്രിയമുള്ളവർ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ പുറപ്പെട്ടു നിൽക്കുന്ന നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ കണ്ട് ഭയന്ന് പോയ വ്യക്തിയാണെങ്കിൽ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയാതെ വണ്ണം ഭയം എന്നുള്ള ആ പ്രശ്നം നിന്നെ ഭരിക്കുന്നുവെങ്കിൽ നീ മുങ്ങിത്താഴും. നീ ആയിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറാം. നീ മുങ്ങിത്താഴുമ്പോൾ നീ ആരെക്കുറിച്ചുള്ള ബോധ്യത്തോടെ, ആരാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നുള്ള ബോധ്യത്തോടെ
ആരാണ് നിന്നെ വിളിച്ചു എന്നുള്ള ബോധ്യത്തോടെ നീ ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഭയം നിന്നെ പിടിക്കാം. ആ ഭയം നിന്നെ മുങ്ങിത്താഴുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ച ദൈവം വിശ്വസ്തൻ. വരിക എന്ന് പറഞ്ഞ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ മുങ്ങിത്താഴുകയിൽ. അവിടെ സംഭവിച്ചത്, കർത്താവേ എന്നെ രക്ഷിക്കണമേ അവൻ വിളിച്ചു പറഞ്ഞു. 31-ാം വാക്യത്തിൽ യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. ഹല്ലേലൂയ! എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ്. യേശുവിൻ്റെ വിളി കേട്ട്, യേശുവാണെന്ന് ബോധ്യം നിന്റെ മനസ്സിൽ വന്നു, യേശുവിൻ്റെ വിളി കേട്ട് വരിക എന്നുള്ള വിളി കേട്ട് പുറപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ നിന്റെ സാഹചര്യം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാതെ വണ്ണം നിന്നെ ഭയത്തിനാൽ ഭരിച്ച് നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ, വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ആ കാര്യം നീ മനസ്സിലാക്കുക. യേശു ക്രിസ്തുവാണ് നിന്നെ വിളിച്ചത്, ദൈവമാണ് നിന്നെ വിളിച്ചത്. ആ ദൈവം നീ മുങ്ങിത്താഴുന്ന ആ സമയത്ത് നിന്റെ കയ്യിൽ പിടിക്കുന്ന ദൈവം, നിന്റെ കയ്യെ പിടിച്ച് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മുങ്ങിത്താഴുന്ന ആ സമയത്ത് യേശു അവൻ്റെ കൈ പിടിച്ചു. ഇന്ന് ഫലവിധമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ പല വിഷയങ്ങളാലും പ്രതിസന്ധികളാലും സാഹചര്യങ്ങളാലും നീ മുങ്ങിത്താഴുന്ന വ്യക്തിയാണെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തൻ. നിന്നെ കൈവിടുന്ന ദൈവമല്ല, നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ, മുങ്ങിത്താഴുന്ന സാഹചര്യത്തിൽ, മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല, നിന്റെ കൈ പിടിച്ച് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. പത്രോസ് നിലവിളിച്ചു, രക്ഷിക്കണമേ. ദൈവം അവൻ്റെ നിലവിളി കേട്ട് അവൻ്റെ കൈ പിടിച്ചു അവനെ ഉയർത്തി. പ്രതിസന്ധികളിൽ താണുപോകുന്ന വ്യക്തിയാണോ? ഭയത്താൽ താണുപോകുന്ന വ്യക്തിയാണോ? യേശുവിൻ്റെ അരികിലേക്ക് വരുവാൻ കഴിയാതെ വണ്ണം പല പ്രതിസന്ധികളാൽ ഭാരപ്പെട്ട് താണുപോകുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ കൈ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. ഹല്ലേലൂയ! ശരിയാണ്, സാഹചര്യം കണ്ടപ്പോൾ, കൊടുങ്കാറ്റിനെ കണ്ടപ്പോൾ, ശക്തിയേറിയ കാറ്റ് എതിരെ അടിച്ചപ്പോൾ പത്രോസ് പേടിച്ചുപോയി. പക്ഷേ സകലത്തെയും നിർമ്മിച്ച, സകലത്തെയും ഉണ്ടാക്കിയ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഒരു നിമിഷം അവൻ മറന്നെങ്കിലും കർത്താവ് മറന്നില്ല. യേശു അവൻ്റെ കയ്യെ പിടിച്ചു, അവനെ ഉയർത്തി. താണു പോകുന്ന നേരത്താണ് കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നത്. ഹല്ലേലൂയ! എപ്പോൾ സാഹചര്യങ്ങളെ കണ്ട് ഭയന്ന് താണു പോകുന്നുവോ, അപ്പോൾ യേശുവിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നീ എപ്പോൾ ഭയത്താൽ അയ്യോ ഞാൻ നശിച്ചു പോകുന്നു എന്ന് നീ നിലവിളിക്കുവാൻ ആരംഭിക്കുമ്പോൾ, യേശുവിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ തിരുവചനത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കൈമാറുന്ന സന്ദേശം, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ടും പ്രതിസന്ധികൾ തടസ്സമായി നിന്ന് ഭയത്തിനാൽ താണുപോകുന്ന, പ്രതിസന്ധികളാൽ താണുപോകുന്ന, മുന്നേറാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവം വിശ്വസ്തൻ, യേശു വിശ്വസ്തൻ. വരിക എന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടുന്ന ദൈവമല്ല, നിന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ അടുക്കിലേക്ക് പുറപ്പെടുക. കർത്താവ് വിശ്വസ്തനായി കൈക്ക് പിടിച്ച് നിന്നെ നടത്തുന്ന ദൈവമായി, കൈക്ക് പിടിച്ച് നിന്നെ ഉയർത്തുന്ന ദൈവമായി ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. ദൈവമേ കർത്താവേ, ഈ വചനത്തിന് മുൻപാകെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഈ സന്ദേശം കേട്ട് കർത്താവേ ഭയന്ന്, കർത്താവേ സാഹചര്യങ്ങളെ കണ്ട്, കാറ്റിനെ കണ്ട് പേടിച്ച് താണുകൊണ്ടിരിക്കുന്ന, മുങ്ങിത്താഴുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ
അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരു വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവ് അവരെ കയ്യെ പിടിച്ച് ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മുങ്ങിത്താഴുന്ന സാഹചര്യങ്ങളിൽ ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ കർത്തനായ സ്തോത്രം. വരിക എന്ന് കർത്താവ് പത്രോസിനോട് കൽപ്പിച്ചു. പത്രോസ് ആ വാക്ക് കേട്ട് പുറപ്പെട്ടു. പക്ഷേ അവൻ തകർന്നു പോകുവാൻ, അവൻ മുങ്ങിത്താഴുവാൻ കർത്താവെ അവിടുന്ന് അനുവദിച്ചില്ല. വചനം കേട്ട ഓരോ മക്കൾക്കായ സ്തോത്രം അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.